വലിയ നടന്മാർക്ക് അവർക്കൊരു ഭയങ്കര കൺസിസ്റ്റൻസി അവർ കീപ്പ് ചെയ്യും. വിളിച്ചിട്ട് പറഞ്ഞു, അതായത് പല നടന്മാർക്കും അതായത് ഒരു ഷോട്ടിൽ അവർ കറക്റ്റ് ആയിരിക്കും, അടുത്ത ഷോട്ടിൽ ഇവർക്ക് ഈ കൺസിസ്റ്റൻസി ഇവർ കീപ്പ് ചെയ്യില്ല. അപ്പം പറഞ്ഞു ഈ മമ്മൂക്ക പോലുള്ള നടന്മാർക്ക് അല്ലെങ്കിൽ ഇവർക്ക് അത് A തൊട്ട് Z വരെയുള്ള ആ ഒരു വഴിയിൽ അവരെന്താണോ അത് എങ്ങനെ പോയാലും അവരുടെ ചലനത്തിലും നോട്ടത്തിലും സംസാരത്തിലും അത് കീപ്പ് ചെയ്യും എന്നുള്ളത്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അത് കുറച്ച് മുൻകൂട്ടി കാണാൻ പറ്റണം അല്ലേ, എന്താ വരാൻ പോകുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയാണ്, നമുക്ക് ഓർമ്മയാണ് അത് എനിക്ക് തന്നെ ഞാൻ വിശ്വസിച്ചിട്ടില്ല ഇപ്പോഴും. നമ്മൾ അരപ്പട്ട കിട്ടിയ ഗ്രാമത്തിലല്ലേ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞ് രണ്ടാമത് ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ക്ലോസപ്പ് എടുത്തിട്ട് പത്മനാഭൻ സാർ പറഞ്ഞ ഓർമ്മയില്ല, ഡയലോഗ് പറഞ്ഞല്ലോ, ഒരു ക്ലോസപ്പ് എടുക്കുമ്പോൾ ഈ പുള്ളി പറയുക അന്നെടുത്ത ഷോട്ടിൻ്റെ ക്ലോസപ്പ് ഞാൻ എടുത്തിട്ട് ഞാൻ അങ്ങനെ തന്നെ അതേപോലെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു എന്ന് പുള്ളി പറയുന്നുണ്ട്. എനിക്കതിപ്പോഴും വിശ്വാസം. അതുപോലെ ഒരു ഡയലോഗ് അവിടെ തപ്പിയിട്ട് നമുക്ക് കാണാപ്പാട് ഓർമ്മയുണ്ടായിരുന്നു, ഡയലോഗ് ഡബ്ബിയും പറഞ്ഞു. അതിന്റെ ഒരു സ്പേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 വർഷം കഴിഞ്ഞാലും ആ CD അതൊക്കെ ഇപ്പോഴും എന്നോട് ഭയങ്കര ദേഷ്യം പലതും അവർ പറഞ്ഞോടെ മറന്നുപോകുന്ന പല കാര്യങ്ങളും. ഇതിന്റെ ഒരു പോർട്രേയിൽ, രാഘവന്റെ ഒരു പോർട്രേയിൽ ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജും ഒരു റെൻഡറിങ്ങും രണ്ട് കാര്യങ്ങൾ വളരെ ഡിഫറെൻ്റ് ആണ്. അതുപോലെ ഞാൻ അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ സൈലൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവെന്ന് പറയുന്നത് ഭയങ്കര. നമ്മൾ ഈ പടത്തിൽ ഇപ്പോൾ സൈലൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ്, സംസാരിക്കാതിരിക്കുന്നു. ഇപ്പം അപർണ ഭയങ്കര കച്ച 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 എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഘവൻ ചുമ്മാ മിണ്ടാതിരിക്കുന്ന ഒന്ന് കൂടുതൽ സീൻസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ സൈലൻസ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സൈലൻസ് ആണ്. അത് നമുക്ക് അത് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് മനസ്സിലാവും. എനിക്കൊന്നും ഇപ്പോൾ അയാൾ ആലോചിക്കുന്നത് ഇവർ എഴുതാൻ പറയുന്നുണ്ട്, ഇയാളെ കൊണ്ട് എഴുതാൻ പറ്റുമോ, എന്താ എഴുതേണ്ടത്, അത് തന്നെ എനിക്ക് എപ്പോഴും ആലോചിക്കുന്നത്. ഇവർ വരുമ്പോൾ മാത്രമേ ഇയാളെ എപ്പോഴും ആലോചിക്കുന്നുണ്ടാവും. അല്ലാത്ത സമയത്ത് അയാൾ ഹി മസ്റ്റ് ബി എൻജോയിങ് ദ ഫ്രീഡം. അതെ, അയാളുടെ പയ്യൻ്റെ അടുത്തൊക്കെ വളരെ സ്വാതന്ത്ര്യം ഇങ്ങനെ ആഘോഷിക്കുകയാണ്, ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ കൂടും. വലിയ ബഹളമൊന്നും ഉണ്ടായിട്ടില്ല, അത്യാവശ്യം നാളെ ബിരിയാണിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ ഒരു ബിരിയാണി അതൊക്കെ ഉണ്ടല്ലോ, ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ എന്ന് ഉച്ചയ്ക്ക്. അപ്പോൾ അത് പിടിക്കപ്പെട്ട അതിൻ്റെ ഒരു ടെൻഷൻ. really loved that scene. I think ആ സീൻ ഞാനില്ല ആ സീനിൽ, പക്ഷെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സാറിൻ്റെ റിയാക്ഷൻസ്. പയ്യൻ ചോദിക്കുമ്പോൾ വേണ്ട വളരെ ഇഷ്ടപ്പെട്ടു. ജീവിതത്തിലൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അല്ലേ, ഗ്യാപ്പുണ്ട്, ഒരു 20 വർഷത്തിന്റെ ഒരു ഗ്യാപ്പ്. വേറൊരു സ്പേസിലേക്കാണ് വന്നത്. അതിപ്പോൾ 20 വർഷം ശേഷം ഇയാൾ ലോകം കാണുന്നുണ്ട്, 20 yearsന്റെ ലോകം കാണുന്നുണ്ട്. എനിക്കിപ്പോൾ അപ്പോൾ ഓർമ്മ വന്നത്, ഞാൻ 7ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും എൻ്റെ അമ്മയുടെ വീട്ടിലാണ് പഠിച്ചത്. അപ്പോൾ ഉമ്മയുടെ വീട്ടിൽ പോയിട്ട് ഒരു വെക്കേഷൻ സമയത്തേക്കായിരിക്കും നമ്മൾ തിരിച്ച് ചെമ്പിലേക്ക് വരുന്നത്. ഇവിടെ എരമല്ലൂർ ചന്ദ്രൂരിൽ നിന്ന് പഠിച്ചിട്ട് പിന്നെ ചെമ്പിലേക്ക് എറണാകുളത്ത് നിന്ന് ബസ് കയറി വരുമ്പോൾ ഞാൻ ഈ ബസ്സിലിരുന്ന് ഇങ്ങനെ നോക്കും. ഒരു മാസമൊക്കെ ഉണ്ടാവുള്ളൂ. ഈ ഒരു മാസം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് നോക്കും ഞാൻ. ഇങ്ങനെ അത് ശരിക്കും വളരെ വിസിബിളാണ്. നമുക്ക് നല്ലോണം കണ്ടാൽ മനസ്സിലാവും മാറ്റം. ഈ നോട്ടം അന്ന് ഈ കാറിലൊന്നും നോക്കില്ലേ, ഇങ്ങനെ ഒരുപാട് മാറിപ്പോയെന്ന് പറഞ്ഞു. ആ മുറിയുടെ ജനലയിലൂടെ ഇയാൾ പുറത്തേക്ക് നോക്കുമ്പോഴും ഈ വെമ്പലുണ്ട്. കാരണം ഇയാൾ ഈ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ഒന്നും കണ്ടിട്ടില്ല. അന്ന് ഈ മറ്റേ 10, 30, 40 നിലയുള്ള അത്ര പൊക്കമുള്ള ബിൽഡിംഗ് ഒന്നും പുള്ളി കണ്ടിട്ടില്ല. ഇയാൾ നിൽക്കണ ഏകദേശം ഒരു 3ാമത്തെ നിലയില്ല. എന്നിട്ട് പോലും അയാൾക്ക് അത് അത്ഭുതമാണ്. അയാൾ അങ്ങനത്തെ ഒരു സാധനം കണ്ടിട്ടില്ല. ടോട്ടൽ ബിഹേവിയറിൽ ഈ ലോകം 20 വർഷങ്ങൾക്ക് ശേഷം കാണുന്ന ഒരു വല്ലാത്ത. പിന്നെ ഈ രാഘവൻ വെളിയിലിറങ്ങുന്ന അയാളെ വെളിയിലിറങ്ങണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ അപർണയുടെ ഇയാളെ വേറൊരു ജയിലിലേക്ക് മാറ്റിയത്. വെളിയിലൊന്നും ഇറങ്ങണ്ട, ഇവിടെ എല്ലാം ഭക്ഷണമൊക്കെ ഇവിടെ കൊണ്ട് തന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇയാളൊരു ദിവസം വെളിയിലിറങ്ങുന്നൊരു സീനുണ്ട്. അപ്പോൾ നമ്മളത് പ്ലാൻ ചെയ്യുന്നത് ഓൾറെഡി ഇയാൾ റോഡിൽ കൂടെ പിന്നെ നടന്നു വരുന്നതായിട്ട് ഉള്ളൊരു ഇതാണ്. അപ്പോൾ നമുക്ക് അതിനോട് ഞാൻ അതല്ല, ഇയാളൊന്ന് ഇറങ്ങുന്ന പ്രോസസ്സ് ഒന്ന് കാണിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തത്. പടത്തിൽ ഭയങ്കര ടെൻഷനാണ്. കാരണം നമുക്ക് പോലെ ഒരാളെ വഴിക്കൊണ്ട് നടത്താറ് കുരിശല്ലേ അത്. നമുക്കാന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നമുക്ക് അതും കൂടെ എടുക്കാം, കുഴപ്പമാവുന്ന അതാണ് നടന്റെ അല്ലേ. കോഴിക്കോടാണ് കൊണ്ടുവന്ന് കോഴിക്കോടാണ്, ബീച്ചാണ്, നമുക്കെ കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത്. നമുക്ക് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നമുക്ക് അതും കൂടെ ചെയ്യാം. ഇത് മൊത്തം കുഴപ്പമാവുന്നു, കാരണം ചെയ്തു ടെൻഷനാണ്. ആളുകൾക്ക് അറിയില്ലല്ലോ നമ്മുടെ കഥാപാത്രവും കഥയും. ആൾക്കാർ അവർക്ക് ഷൂട്ടിംഗ് കാണുക എന്നുള്ള ത്രില്ല് മാത്രമേ ഉള്ളൂ, അവർക്ക് ഇൻവോൾവ്മെന്റ് ഇല്ല. പക്ഷേ നമ്മൾ ആൾക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കി മാറും. ഞാൻ പറഞ്ഞതല്ല, അങ്ങനെയുള്ള ഒന്നും ചെറിയ കാര്യങ്ങൾ
ഇതൊരു ആക്ടേഴ്സ് സജഷനാണ്, ഇതൊരു ഡയറക്ടേഴ്സ് സജഷൻ അല്ല. അതാണ് ഒരു നടന്റെ അതൊക്കെ അത് പൂർണ്ണമാകണമെങ്കിൽ അതുകൂടെ വേണം തോന്നുന്നുണ്ടോ? ആ ഒരു സാധനം നമുക്ക് ഈ പറഞ്ഞാൽ എന്തുമോ ഒരുപാട് നമ്മുടെ എന്താ പറയണ്ടേ കഥയുടെ മുമ്പോട്ടുള്ള ഗതിയെ ഭയങ്കരമായിട്ട് സഹായിക്കും. കഥാപാത്രത്തിന്റെ വിജയത്തിന് വേണ്ടി ഇതൊരു ഡയറക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂ അല്ല നമുക്കത് പറയുന്നത്, ആക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ പറയുന്നത്. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഈ കഥാപാത്രത്തിന് ഏറ്റവും നന്നായിട്ട് എഴുതുന്ന ആൾ മനസ്സിലാക്കുന്നതിനേക്കാൾ സംവിധായകൻ മനസ്സിലാക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ ഈ കഥാപാത്രം കൂടുതൽ നടൻ്റെ സ്വന്തമാവുന്നൊരവസ്ഥയുണ്ട്. അത് അറേഞ്ച് ചെയ്യാനൊരു കാരണമുണ്ട്. ഈ നമ്മളൊരു ക്യാരക്ടർ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദേഹത്ത് പിടിച്ചാൽ എന്താ പറയുക, മറ്റേ അസ്ഥിയെ പിടിച്ചെന്ന് വെച്ചോ, പിന്നെ അയാൾ ചിന്തിക്കുന്ന പോലെ വരുള്ളൂ. അതെ, അവിടെ നിന്നാണ് ദാമോദരൻ മാഷും ഞാനും തമ്മിലുള്ള ചീത്ത വിളിക്കുണ്ടാകും. ദാമോദരൻ മാഷിന് മുമ്പിൽ നിന്ന് ദാമോദരൻ സോറി ഒന്നും പറയാൻ പറ്റില്ല, ഇപ്പം പറയുന്ന കാര്യമൊന്നും എനിക്കറിയില്ല. അന്നത്തെ സിനിമകളിൽ ഒരുപാട് അല്ല സാറിന് ചീത്ത പറയല്ല, അസഭ്യത്തോട് അടുക്കുന്ന വാചകങ്ങൾ മാഷ് എഴുതാൻ പ്രേരിപ്പിച്ചതിൻ്റെ ഒരു കാരണം ഞാൻ. കാരണം ഞാൻ ഈ ക്യാരക്ടറായിട്ട് ഞാൻ ഈ കംപ്ലീറ്റ് ഡയലോഗ് പറയുന്നത് മുഴുവൻ ചീത്തയാണ്. ചീത്ത വാക്കുകൾ വേണോ അങ്ങനെയോ ഇവിടെ മറ്റാണ് ഞാൻ അങ്ങനെ അത് മുഴുവൻ ഞങ്ങൾ അഭിനയം അയാളുടെ വരുന്നത്. ഞാനും മാഷും കൂടെ ഇത് ഉണ്ടാക്കുന്നുണ്ട്. അതെ, ഞാൻ അവിടെ നിന്നിട്ട് അവിടെ അങ്ങനെ മാഷ് ഈ പറയുന്ന ചീത്ത വാക്കുകൾ എഴുതാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് ചേർന്ന കുറച്ച് വാക്കുകൾ ഉണ്ടാകും. ചീത്ത വാക്ക് പറഞ്ഞാലും ഒരു മിസ്റ്റർ ചേർക്കും. മാഷ ഒന്ന് ഓർമ്മിച്ചാൽ നന്നായി. പക്ഷെ ഇത് വേറെ കാര്യമുണ്ട് രഞ്ജി, ഇതിനകത്തൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറും കൂടെ വേണം നമുക്ക് സൗകര്യത്തിന്. കമ്മ്യൂണിക്കേഷൻ വേണം, അല്ലെങ്കിൽ പാടാം. കാരണം നമ്മൾ ഇത് ഏറ്റവും വലിയ കോൺഫ്ലിക്റ്റ് വരാൻ പോകുന്ന റൈറ്ററും ഡയറക്ടറും കൂടെ അല്ല, ആക്ടറും ഡയറക്ടറും കൂടെ കോൺഫ്ലിക്റ്റ് ഉണ്ട്. കാരണം ആക്ടർ ഒരു സിനിമയായിട്ട് കാലത്തെ വീട്ടിൽ നിന്ന് ഒരു സിനിമയും പുള്ളി ഷോട്ടൊക്കെ വെച്ചാൽ അങ്ങനെ അവിടെ നിന്ന് ആ ഷോട്ടിൽ ഇങ്ങനെ ഈ ഷോട്ടിൽ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നിൽപ്പുണ്ടാവും. ഇയാളൊന്നും പറ്റുണ്ടാവില്ല. ഇത് നമ്മൾ വിചാരിക്കുന്ന ഷോട്ട് വെക്കുന്ന ഡയറക്ടറും ഈ വിചാരിക്കുന്ന പെർഫോമൻസ് നടന്ന ആക്ടറും കൂടെയാണ് സിംഗം. ആ വിഷ്വൽ സ്പേസ് കിട്ടിയാലേ പറ്റുള്ളൂ, ആക്ടർക്ക് അത് അഴിച്ചുവിടാൻ പറ്റുള്ളൂ. അതാണ് ഈ ഒരു സിനിമയിൽ ചിലപ്പോൾ അത് ഒരുപാട് സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് പിന്നെ നമുക്ക് വളരെ നിസ്സാരമായിട്ട് കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ അഞ്ജലി എന്ന കഥാപാത്രത്തിനെ കുറിച്ച് പറഞ്ഞു, രഞ്ജിയേട്ടൻ്റെ ഒരു കഥാപാത്രം പറഞ്ഞു. ഇനി അഞ്ജലി ഈസ് ദ മെയിൻ ഫീമെയിൽ ലീഡല്ല, ഈ പടത്തിന്റെ മെയിൻ ലീഡാണ്. പക്ഷെ അഞ്ജലിയുടെ റോൾ എന്ന് പറയുന്നത് അഞ്ജലി ഈ രാഘവന്റെ റിയാക്ഷൻസിന്റെ ഒരു മീഡിയം കൂടെയാണ്. അഞ്ജലിയുടെ ഒരു ഇൻഡിവിജ്വൽ അല്ലാതെ അഞ്ജലി പറഞ്ഞ നേരത്തെ പറഞ്ഞ സ്ട്രഗ്ലിംഗ് enthusiastic അല്ലെങ്കിൽ ഒരു ടാലന്റഡ് അല്ലല്ല, മീഡിയം രാഘവന്റെ മീഡിയമാണ്. ആസ്പിറൻ്റ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് എന്നുള്ളതിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന അവരുടെ ആസ്പിറേഷന് വേണ്ടി ചെയ്യുന്ന മുഴുവൻ ഇയാളിൽ കൂടെയാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവർ ജേർണലിസ്റ്റ് ആകുമ്പോൾ ഈ ജേർണലിസ്റ്റുകളുടെ ഒരു കൂട്ടത്തിലേക്ക് വരും. അപ്പോൾ നമ്മുടെ കുറച്ച് വേറെ സോഷ്യൽ ആക്ടിവിറ്റീസും നമ്മുടെ കുറേ സോഷ്യൽ പ്രോബ്ലംസും ജേർണലിസ്റ്റ് ഇവരൊക്കെ വരുന്നതാണ് സമൂഹത്തിലേക്ക് റിലേറ്റ് ചെയ്യുന്നത്. രാഘവൻ വേറൊരു ലോകത്തിൽ ആളാണെന്ന് പറഞ്ഞല്ലോ. പക്ഷെ നമ്മുടെ ഒരു കോണ്ടംപററി സൊസൈറ്റിയിലേക്ക് രാഘവനിലൂടെ അഞ്ജലിയിലൂടെ രാഘവൻ ഇപ്പോഴും വേറൊരു ജയിലില്ല. അപ്പൊ രാഘവനെയും ഈ സൊസൈറ്റിയും കൂടെ റിലേറ്റ് ചെയ്യുന്ന വേറൊരു ബ്രിഡ്ജ് കൂടെയാണ് അഞ്ജലി. അവിടെ ഈ സൊസൈറ്റിയുടെ ഏറ്റവും വലിയ സൊസൈറ്റിയെ ശരിക്കും 2-3 കണ്ണാടി വെച്ച് നോക്കുന്ന ആൾക്കാരാണ് ജേർണലിസ്റ്റുകൾ. അവരുടെ സൊസൈറ്റിയിലോട്ടാണ് ഇവർ വരുന്നത്. അപ്പോൾ ഇത് സോഷ്യൽ ക്രിറ്റിസിസത്തിന്റെ വേറൊരു രൂപം കൂടെ ഉണ്ട്. അവർ സംസാരിക്കുന്ന അവർ പറയുന്ന കാര്യങ്ങളും ഈ സത്യവും അസത്യവും അല്ലെങ്കിൽ കുക്കഡ് അല്ലാത്തതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അതിപ്പോ പിന്നെ പ്രതാപന്റെ ക്യാരക്ടർ, പിന്നെ ശ്രീരാമൻ അഭിനയിക്കുന്ന ക്യാരക്ടർ, നമ്മുടെ സാഹിത്യം പ്രധാനമായിട്ട് സാഹിത്യം ഉണ്ടാകുന്നത് തന്നെ ഒരു ഗോസ്റ്റ് റൈറ്റിങ്ങിന് പോകുന്ന സമയത്താണ്. അപ്പൊ അത്തരം ഈ സമകാലിക യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു സൊസൈറ്റിയുടെ. അതായത് നമ്മൾ അറിയാത്ത സാധാരണക്കാർക്ക് പരിചയമില്ലാത്ത ഈ സാഹിത്യ പാത്രപ്രവർത്തക രംഗത്തേക്കുള്ള കുറെ കഥാപാത്രം അങ്ങനെ ഒരു പ്രത്യേക ലോകത്ത് നിന്ന് ഇതിലേക്ക് കൊണ്ടുവരപ്പെട്ട ഒരാൾ പോലെയാണ്. പുള്ളി ഒരു ഡൽഹി ജേർണലിസ്റ്റ് ആയിരുന്ന ആളാണ്. അതിന്റെ ആ വെസ്റ്റേജസിൽ ഇപ്പോഴും അഭിരമിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ. അതിനെക്കുറിച്ച് മാത്രമാണ് അയാൾ സംസാരിക്കുന്നത്. ഇന്ദിരാഗാന്ധിയെ കണ്ട കാര്യവും നെഹ്റുവിനെ കണ്ട കാര്യവും ഈ തലത്തിൽ അത് അങ്ങനെ ജോയിയുടെ കഥാപാത്രവും ഒക്കെ ഇങ്ങനെ സൊസൈറ്റിയിലേക്ക് നമ്മളെ റിലേറ്റ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ ഭയങ്കര രസകരമാണ്. നമ്മളൊരു കഥാപാത്രത്തെ പറ്റി പറയുന്നില്ല. പറയുമ്പോ ഈ മുന്നറിയിപ്പ് എന്ന് പറയുന്ന ടൈറ്റിലും പിന്നെ രാഘവൻ 20 വർഷം ജയിലിൽ കിടന്നിട്ട് വരുന്ന ആള് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതല്ലാത്ത വളരെ ലൈറ്റ് ആയിട്ടുള്ള വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള, എനിക്ക് വേണു അതിനെ എന്റർടൈനിങ് ആയിട്ട് ഒരുപക്ഷെ വേണുവിന്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതെപ്പോഴും റിലീഫാണ്. ഇയാളുടെ സംഘർഷങ്ങൾക്കുള്ളൊരു റിലീഫാണ് ആ ഭാഗം.
സ്വാഭാവികമായ രീതിയിൽ അത് ലൈറ്റർ വെയിനിൽ പോകുന്ന ഒരുപാട് മൊമെന്റ്സ്, നല്ല രസമുള്ള അങ്ങനെ ഒരുപാട് നടീനന്മാരുണ്ട്. പക്ഷേ ചില ആൾക്കാരെ പറ്റി നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സിനിമ കാണുന്നവരെ സർപ്രൈസ്. ഇതില് വേറൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ അഭിനേതാക്കൾ എനിക്ക് തോന്നുന്നു തിരക്കഥാകൃത്തുക്കള്, സംവിധായകർ, അങ്ങനെ ഒരു നിര തന്നെയുണ്ട് ഇപ്പം അല്ലേ. നാഷണൽ അവാർഡ്സിന്റെ ഒരു സംഗമം എന്ന് പറയാം. നാഷണൽ അവാർഡുകൾ നേടിയ അങ്ങനെ അവാർഡുകളിലൊന്നും വലിയ നമ്മൾ പറയുന്നത് സിനിമയിൽ അല്ലാതെയും ചില സർപ്രൈസുകളുണ്ട്. അതൊരിക്കലും മുൻകൂട്ടി പറയാൻ പറ്റില്ല. ഷോ കഴിയുമ്പോൾ പുറത്താകുന്ന ചില വലിയ രഹസ്യങ്ങൾ. പിന്നെ സിനിമ വളരെ ഇതിൻ്റെ അകത്ത് ഒരു നമ്മളെ ഹുക്ക് ചെയ്യുന്ന ഒരു ഇത് എവിടേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു പിരിമുറുക്കം ആദ്യാവസാനം ഈ സിനിമയിലുണ്ട്. പക്ഷെ വളരെ ലൈറ്റായിട്ടുള്ള മൊമെന്റ്സ് ധാരാളമുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ ബേസിക് ആയിട്ട് എന്റർടൈൻമെന്റിന്റെ രണ്ട് വലിയ അംശങ്ങൾ. ഒന്ന് ഈ പിരിമുറുക്കം, ഇതെവിടെ ചെന്ന് നിൽക്കും എന്ന് പറയുന്ന ഒരു പിരിമുറുക്കം. രണ്ട്, ഇതിന്റെ സഞ്ചാരം ഇതുപോലുള്ള കഥാപാത്രങ്ങളിലും വളരെ ലൈറ്റായിട്ട്. ഇപ്പോൾ രാഘവന്റെ കഥാപാത്രം തന്നെ വളരെ ഫിലോസോഫിക്കൽ എന്ന് നമുക്ക് തോന്നാവുന്ന കാര്യങ്ങൾ വളരെ നിസ്സാരമായിട്ടാണ് പറയുന്നത്. അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ ആ മൊമെന്റുകളെയൊക്കെ വളരെ എന്റർടൈനിങ് ആക്കും, വളരെ ലൈറ്റ് ആക്കും. അങ്ങനെ ഒരു പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട്. ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്ന ഒരു ടൈറ്റിലെ ഗൗരവം ഇങ്ങനെ അലിഞ്ഞില്ലാതാകുന്ന ഒരുപാട് മൂവ്മെന്റ്സ് ഈ സിനിമയിലുണ്ട്. ഇപ്പോൾ ക്യാമറാമാൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനു മുന്നും ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട്. ഒരു സംവിധായകന്റെ ഒരു വേഷം അണിഞ്ഞു നിൽക്കുമ്പോൾ കൂടുതൽ സംവിധാനമായത് വളരെ പക്വത വന്നതിന് ശേഷം അത് നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ നടൻ മുൻകൂട്ടി തീരുമാനിച്ച് ഉറച്ചു കൊണ്ടുവരുന്ന കാര്യങ്ങൾ ഒരു ഡയറക്ടർ, ഒരു നടൻ ഇങ്ങനെ സങ്കല്പിച്ചിട്ടുണ്ടാവും. പക്ഷെ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഷോട്ട് വെച്ചിട്ട് അത് തലയുടെ ഇപ്പുറത്തൂടെ കറങ്ങി വരുന്ന ഒരു ക്യാമറ ആണെങ്കിൽ നടനൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഒരു വടക്കൻ വീരഗാഥ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് ഉണ്ട്. ഇയാള് ഗീതയുടെ ക്യാരക്ടറിനോട് പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചത്. അത് പിള്ളേരോട് പറയുന്നതിന് മുമ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു 4-5 പേജുള്ള സീന്. അവസാനം ഇയാൾ ബേസ്റ്റ് ഔട്ടായി ഇങ്ങനെ നിൽക്കുന്നൊരു സീനാണ്. ആ സീൻ ഷൂട്ട് ചെയ്യാൻ നേരത്ത് ഹരിഹരൻ സാർ പറഞ്ഞു, നമുക്ക് എന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് അല്ലേ. നമ്മൾ സാറ് നിങ്ങൾ ഷോട്ട് വയ്ക്കുക അതുപോലെ അല്ല നമുക്കൊന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത് നിങ്ങളൊന്ന് ചെയ്യും, നിങ്ങളൊന്ന് അഭിനയിക്കും, ഞാനൊന്ന് അല്ല ഒരു വീടിൻ്റെ ഒരു ഭാഗത്താണ്, നിങ്ങളൊന്ന് അഭിനയിക്കും സീൻ കംപ്ലീറ്റ് ആയിട്ട്, ഷോർട്ടും ലൈറ്റപ്പ് ഒന്നുമില്ല, നിങ്ങളൊന്ന് അഭിനയിക്കണം, ഇതാണ് സെറ്റ്. കംപ്ലീറ്റ് ഡയലോഗ് പഠിച്ച് ഞാൻ വന്ന് ഒരു ഫുൾ ഷോർട്ട് മൂവ്മെൻറ്റ് ഞാൻ തന്നെ ഒന്നും പറയുന്നില്ല, പുള്ളി മൂവ്മെൻറ്റൊക്കെ ചെയ്ത് ഇവിടെ വെച്ചതിന് ശേഷം ഷോട്ട് എടുത്ത് അവിടെ ആ ഒരു സ്റ്റേജിൽ ഒരു സ്റ്റേ ഇവിടെ വെക്കണം, അവിടെ നിന്നൊരു ലുക്ക് ഇങ്ങോട്ടിട്ട് ഇങ്ങനെ ഇത്ര മാത്രം വന്നിട്ട് ഷോർട്ട് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ സീൻ തരും. അതായത് പുള്ളി സീൻ കണ്ടു, ഇനി ഷോർട്ട് അത് എടുത്താൽ മതി, എങ്ങനെ എടുക്കണമെന്നുള്ള പുള്ളി തീരുമാനിച്ചു. അത്രേ അല്ല മറ്റേ വേണിച്ചേട്ടൻ നമുക്ക് എടുത്ത് പറഞ്ഞു ഒരു സ്ഥലത്ത് എപ്പോഴും വേണു ചോദിക്കുന്ന ഏറ്റവും വലിയ തലവേദന, നിങ്ങൾ ഈ സീനിൽ എന്താ ചെയ്യാൻ പോകുന്നത്, എന്താ ചെയ്യാൻ പോകുന്നത്, ഒരു സീൻ ഓർത്തോണ്ട് വേണു പറഞ്ഞോട് ഓർത്തണ്ട ഈ സീനിൽ എന്താ ചെയ്യാൻ പോകുന്നത്. ആ സന്ധ്യക്കുള്ള ഒരു ഇതുണ്ട്, ഒറ്റയ്ക്ക് മുറിയിൽ വന്നിട്ട് കുറച്ച് ടെൻസ്ഡ് ആയിട്ട് എങ്ങനെ ഒറ്റയ്ക്ക് നമുക്ക് പറഞ്ഞത് അല്ല, ഇത് വലിയ ടെൻഷനാണല്ലോ, കാരണം അതെങ്ങനെ അതിൻ്റെ ഒരു കൊറിയോഗ്രാഫി എന്താണെന്നല്ലോ. പക്ഷെ അത് ഒന്നുമില്ല, നമുക്കങ്ങനെ വന്ന് തിരിഞ്ഞ് നടന്നു പോകുന്നൊരു ഷോട്ടുണ്ട്, അത് ഗംഭീരമായിട്ട് അത് ഭയങ്കര രസമാണ്. കാരണം അതല്ലെങ്കിൽ മേടിച്ചിട്ട് പറഞ്ഞു അതാണ് എനിക്ക്, കാരണം പെട്ടെന്നൊരു നിമിഷം അത് എന്ത് ചെയ്യണം എന്നുള്ളത്. അത് മാത്രമല്ല നമ്മളൊരു ക്ലോസപ്പ് പോലെ അത് വെളിയിൽ നിന്നൊക്കെ വെച്ചിട്ട് നമുക്കറിയാം എനിക്ക് ഇച്ചിരി ബോഡി കാണിക്കും, ബോഡി ലാംഗ്വേജ് വരണം. അത് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരു നടന്റെ കൈകളിൽ നിന്ന് കിട്ടും. ഞങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ചിലപ്പം നമുക്ക് അങ്ങനെ പറഞ്ഞു പോലും വരില്ല. ഒരിക്കലും പറയില്ല. അല്ല അങ്ങനെ പറയാൻ അല്ലാത്ത ആൾക്കാരോട് ഇപ്പം നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനത്തെ അവസ്ഥയായി പോകും. അല്ല അതൊരു പലതരം പല ജാതി കഥ പറച്ചിലുകളുണ്ടല്ലോ. ചില കഥകളുടെ ചില രീതിക്കാണ് പറയുന്നത്, ചില കഥ വേറെ രീതിക്കാണ്. നമ്മൾ ഈ ചിലത് നമ്മൾ ഈ കഥ തന്നെ നേരത്തെ ആൾക്കാർക്കും പ്രതീക്ഷിക്കുന്നൊരു കഥയായിരിക്കും ചില സിനിമയിൽ. അപ്പോൾ നമ്മൾ അതനുസരിച്ച് അങ്ങനെ അഭിനയിച്ച് വിട്ടാൽ മതി. ഇത് ആളുകൾ പ്രതീക്ഷിക്കാത്ത ഒരു കഥയാണ് നമ്മൾ അഭിനയിക്കുന്നതെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കും. ആ കഥ അവർ പ്രതീക്ഷിക്കാവുന്ന തരത്തിൽ കൊണ്ടുപോവുകയും ചെയ്യും. സിനിമ കൊണ്ടുപോകുന്നത് ഒരു കഥയാണെങ്കിൽ അങ്ങനെ സിനിമ കൊണ്ടുപോകുന്ന ഒരു കഥാപാത്രമാണ് വ്യത്യാസം ഉണ്ടാവും. അതിൻ്റെ ആ മേക്കിങ്ങിൻ്റെ എല്ലാ പാറ്റേൺസും അതിനനുസരിച്ച്
മാറേണ്ടി വരും. ഈ സിനിമയിൽ ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ പറയാൻ പറ്റാത്ത ഒരു അത് എനിക്ക് തോന്നുന്നു സിനിമ ഇറങ്ങിയ ശേഷം മാത്രം നമുക്ക് പിന്നീട് പറയാവുന്നൊരു കാര്യം. അത്ര ഒരു നിമിഷത്തിൽ മമ്മൂക്ക അത് എൻ്റെ ഒരു ഏകദേശം ഒരു എന്താ പറയുക സെക്കൻഡ് ഹാഫിലാണ് ചെയ്തൊരു ഇതുണ്ട്. അത് ശരിക്കും കാരണം വെച്ചാൽ അത് അങ്ങനെ ആയിരുന്നു. കാരണം എങ്ങനെ അത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ഒരു ഇതാണ് അത്. പക്ഷെ എന്താ പറയണ്ടത്, അതൊരു ഒരാളുടെ ഒരു അൾട്ടിമേറ്റ് മനോധർമ്മം അല്ല, ആ ഒരു ടാലൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റൊക്കെയാണ് അത്. സംവിധായകന്റെ ഒരു കഥാപാത്രത്തെ ശരിക്കും ഉൾക്കൊണ്ട് കഴിയുമ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ചെറിയ ചെറിയ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഈ ഫൈനൽ പ്രോഡക്റ്റിനെ സഹായിക്കുന്നതിൻ്റെ ഒരു ഇത് ലെവലെന്ന് പറഞ്ഞാൽ അല്ല അത്. പക്ഷെ ഞാൻ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നത് ആലോചിച്ചിട്ടേ ഇല്ല. നിങ്ങളത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ട് ഞാൻ വെറുതെ ഒരു ക്യൂ ആക്ഷൻ. പക്ഷെ അതിന്റെ രസം എന്താ അറിയാം, ആ സീൻ എടുക്കുന്നതിന് മുൻപ് എനിക്കൊന്ന് ഒരാഴ്ച മുമ്പായിരിക്കും ഞങ്ങൾ ആ വേണു എൻ്റെ അടുത്ത് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഞാനും വേണും രഞ്ജിത്തും മുന്നിൽ ഞങ്ങളെല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്റ്റേജുണ്ട്. അപ്പം ആ പർട്ടിക്കുലർ മോമെൻറ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അതിനു മുൻപ് പലതവണ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ആ സമയത്തിൻ്റെ കഴിഞ്ഞിട്ട് പോയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ഉണ്ണി എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ വലിയ കൂലങ്കഷായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇതാ നോക്ക്, ഇതെങ്ങനെയാണ് ഒരു ആക്ടർ കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് അയാളുടെ ഒരു മനോധർമ്മം ഇതിനെ നമ്മളുടെ ഈ മുഴുവൻ കൺഫ്യൂഷൻസിനെയും മാറ്റി അതൊന്നുമല്ലാത്ത വേറൊരു ഇന്റർപ്രിട്ടേഷനിലേക്ക് അതിനെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് നോക്കുക എന്ന് തന്നെ അതിട്ട് കാണിച്ചത്. അപ്പോഴാണ് ഞാനതൊന്നും ഉദ്ദേശിച്ചതല്ല. ഞാൻ ചുമ്മാ ഒരു ക്യൂ ആക്ഷനാണ് ആണെങ്കിൽ അവിടെ പോട്ടെ എന്നേലും. പക്ഷെ അത് പിന്നീട് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഓഡിയൻസ് ഞെട്ടുമ്പോൾ ഞെട്ടിപ്പോയി. രാഘവൻ ആക്ടറുടെ കൺട്രോൾ ചെയ്യുന്നതും പ്രെഡിക്റ്റ് ചെയ്യുന്നതും ഡിസൈഡ് ചെയ്യുന്നതുമായ ഒരവസ്ഥയിലേക്ക് വരുമ്പോഴേ രാഘവനാണത് ചെയ്യുന്നത്, സംവിധായകനോ നടനോ അല്ല. തീർച്ചയായിട്ടും അങ്ങനത്തെ സുന്ദരമായ ഇതിന്റെ പ്രത്യേകതയാണ്. ഭയങ്കര ഗംഭീരമായിട്ട്. കാരണം വെച്ചാൽ നമ്മൾ ഈ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ തമാശ പറയും കാര്യങ്ങളും നമുക്കിപ്പോൾ അറിയാവുന്ന കുറച്ചുകൂടെ പരിചയമുള്ള നടികൾ ചെയ്യുന്നത് ചിലപ്പോൾ ചെയ്യായിരിക്കും, ഇല്ലെന്നല്ല. പക്ഷേ അത് വേറൊരു പുതിയ ആൾ വേറൊരു മുഖവും വേറൊരു രൂപം ഇതുപോലത്തെ മുടിയൊക്കെ വെച്ചിട്ടൊരാൾ ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര രസമായിട്ട് തോന്നും. കാരണം കുറച്ചൊരു കൺവിൻസിങ് ആണ്. ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട് ഈ മീഡിയ, വിഷ്വൽ മീഡിയയിലായാലും ശരി, പ്രിന്റിലായാലും ശരി. ഇങ്ങനെ എനർജറ്റിക്കും വളരെ അംബീഷ്യസും ആസ്പിറന്റുമായിട്ടുള്ള ഡിമാൻഡിങ് ഒട്ടും ചെയ്യാൻ ഒട്ടും എളുപ്പമുള്ള റോളൊന്നുമില്ല. പറഞ്ഞ ഈ രാഘവന്റെ കൂസലില്ലായ്മയുടെ സംഘർഷം മുഴുവൻ ഈ പെണ്ണിന്റെ കയ്യിലാണ്. അയാളുടെ കൂസലില്ലായ്മയുടെ ദുരിതമനുഭവങ്ങൾ ഫലങ്ങൾ മുഴുവൻ അനുഭവിക്കുന്നത് ഈ ക്യാരക്ടറാണ്. അപ്പൊ അത് വല്ലാത്ത എന്താ പറയാ, മറ്റേ എന്ത് ബോർഡാന്ന് പറയണേ, ബൗൺസിംഗ് ബോർഡ് നല്ല വേദനയുണ്ട്. ഇത് പിന്നെ അതായത് ഇതിൻ്റെ അകത്ത് ആരാണ് തെറ്റ് ആരാണ് ശരി എന്നൊന്നും നമുക്ക് അല്ല, ശരി തെറ്റുകളില്ല, അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന സിനിമ അങ്ങനത്തെ ഒരു സിനിമയല്ല ഇത്. അപ്പം അങ്ങനെ വരുമ്പം ഈ അപർണയുടെ അഞ്ജലി എന്ന് പറയുന്ന ക്യാരക്ടർ ഒരുപാട് എന്താ പറയണ്ടേ തരം അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ചില കൺക്ലൂഷൻസിൽ എത്തുന്നത്. അത് പലപ്പോഴും അവർക്ക് അവരുടെ ക്യാരക്ടറിന് അല്ലെങ്കിൽ അഞ്ജലിക്ക് ഭയങ്കരമായ ടെൻഷൻ ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസ് ആണ്. പക്ഷേ ഇവരുടെ അംബീഷനാണ് ഇവരെ ഡ്രൈവ് ചെയ്യുന്നത്. ഇവർക്ക് എങ്ങനെയെങ്കിലും ഇത് നേടിയെടുക്കണം എന്നുള്ളൊരു അംബീഷൻ്റെ ഒരു കൾമിനേഷനാണ് ഇതിൻ്റെ എൻ്റെ എന്ന് പറയുന്നത്. വേണുചേട്ടൻ ഇപ്പോൾ ക്യാമറയും കഥയും സംവിധാനവും ഒക്കെ കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ എന്ത് തോന്നുന്നു? ഈ ഒരു ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അതോ ക്യാമറയുടെ ആ ഒരു സ്വാതന്ത്ര്യം കയ്യിലുള്ളതും കഥയും എല്ലാം സംവിധാനത്തിന് സഹായിക്കുകയാണോ ചെയ്തതോ? അതെല്ലാം സഹായിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ശാരീരികമായിട്ട് കുറച്ച് എന്താ പറയുക സ്ട്രെയിൻ ഉള്ള ഒരു കാര്യമാണെങ്കിലും അല്ലാത്ത വിധത്തിൽ നമ്മൾ ഇമോഷണലി അല്ലെങ്കിൽ മാനസികമായിട്ട് ഇത് വളരെ കംഫർട്ടബിളാണ്. അപ്പം ഏത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വേർതിരിവില്ലാതെ രണ്ടിനെയും കാണാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതെ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ സ്ക്രീനിന്റെ മുമ്പിൽ സംഭവിക്കുന്നത് നിങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യങ്ങളാണ്. അതെ, മറ്റത് വേറെ ആളെ നിയന്ത്രിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ ഒരു എൻജോയ്മെന്റ് എപ്പോഴും ഉണ്ട്. പിന്നെ എനിക്ക് നല്ല ക്രൂവിൻ്റെയും ആക്ടേഴ്സിൻ്റെയും സപ്പോർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഈ പടത്തിൽ കിട്ടി. അതെനിക്കൊരു വലിയ സഹായമായിരുന്നു. കാരണം എനിക്ക് ആരുടെയും പുറകെ പോയി കഷ്ടപ്പെടേണ്ടിയൊന്നും വന്നിട്ടില്ല.
അതൊരു വലിയ അനുഭവം. മനസ്സിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സുദ്ദേശിക്കുക മാത്രമല്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അതുപോലെ നമുക്ക് തിരിച്ചു കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയ അനുഗ്രഹം. അത് എപ്പോഴും ഉണ്ടായിക്കണമെന്നില്ല. ഇതില് ലൊക്കേഷൻ വരുന്നത് ഫുള്ള് കോഴിക്കോട് സൈഡുകൾ തന്നെയാണ് അല്ല? സ്ലാങ്ങിലും അങ്ങനെ കോഴിക്കോടാണ് കഥ നടക്കുന്നൊന്നുമില്ല കേട്ടോ. സ്ഥലമില്ല അങ്ങനെ പ്രത്യേകിച്ച് എവിടെ. ഈ പടം രഞ്ജിത്ത് പ്രൊഡ്യൂസ് ചെയ്യാവുന്നതിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ രഞ്ജിത്ത് ആകെ ഒരു ഡിമാൻഡ് പറഞ്ഞത് കോഴിക്കോട് ഷൂട്ട് ചെയ്യണമെന്നാണ്. കോഴിക്കോട് ഷൂട്ട് ചെയ്യാൻ അവർക്ക് സൗകര്യം എവിടെയാണ്, അവരുടെ സെറ്റപ്പ് ഒക്കെ എവിടെയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കാരണം മാത്രമേ ഉള്ളൂ കോഴിക്കോട് സെലക്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഒരുപാട് സിനിമകൾ കാണുമ്പോൾ എന്താ പറയുക, ഒരു കഥയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ തിരക്കഥ കഥ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതെ. മ്യൂസിക് വളരെ സപ്പോർട്ടിങ് പടത്തിനെ എലവേറ്റ് ചെയ്യുമായി. പാട്ടില്ല എന്ന് പറയുമ്പോഴും പാട്ടില്ലെന്നേ ഉള്ളൂ. അതെ, പാട്ടില്ലെന്നേ ഉള്ളൂ. പാട്ടും മ്യൂസിക് ഈസ് ഡിഫറെന്റ്. വലിയ ഒരു പ്രാധാന്യം, അത് വളരെ ഡിസൈസീവ് ആയിട്ടുള്ളൊരു മ്യൂസിക് സിനിമയുടെ. ബിജിപാലാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. എനിക്ക് വളരെ വളരെ ഇഷ്ടമായി. വളരെ നന്നായിട്ടുണ്ട്. അതുപോലെ ആർട്ട് ഡയറക്ടർ ജ്യോതിഷ് ശങ്കർ എന്ന് പറഞ്ഞത് കമ്പാരിറ്റീവ്ലി അധികം പടമൊന്നും ചെയ്യില്ല. മമ്മൂക്കയുടെ പടം ചെയ്തത് ജ്യോതിഷാണ്, മറ്റേ കുഞ്ഞനന്ദൻ്റെ പടം. നല്ല സെറ്റ് നല്ല 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 വളരെ നന്നായിട്ട് വർക്ക് ചെയ്തൊരു നല്ല ക്രൂ ആയിരുന്നു. അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള ഒരുപാട് സഹായം എനിക്ക് ഈ പടത്തിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് എന്താ പറയണ്ട, ഈ പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെയും പുറകെ പോകേണ്ട ഒരു അവസ്ഥ വന്നില്ല. ഒരു കാര്യം കൂടെ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്നുമല്ല ഞങ്ങൾ ഇത് ഡിസ്കഷൻ കഴിഞ്ഞിട്ട് വന്ന സമയത്ത് പറഞ്ഞു, ഈ ഡയറക്ടർ എന്ന് പറയുന്നത് നമ്മൾ പൊതുവിൽ ധാരണയുണ്ട്, അതായത് ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്. ചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, ഒരുപാട് പേര് സഹായിക്കാതെ ഒരു സിനിമ ഉണ്ടാവില്ല. കാരണം അതുകൊണ്ട് ഇത് ഡയറക്ടറുടെ മാത്രം അത്ഭുതങ്ങളാണെന്ന് പറയുന്നത് അതിൽ യാതൊരു അർത്ഥമില്ലല്ലോ. അങ്ങനെയല്ല, അങ്ങനെ പറയാൻ നോക്കില്ല. ഡയറക്ടർ നമ്മൾ സഹായങ്ങളൊക്കെ ഉണ്ടാവും സാർ. ഒരു ഫൈനൽ ഡെസിഷനും ഒരു സിനിമ എങ്ങനെ ആകണമെന്ന് തീരുമാനിക്കുന്നതും എങ്ങനെ ആക്കുന്നതും സംവിധാനം തന്നെ. അത് തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞില്ല നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യവും സഹായം വേണം. ഒരുപാട് ഹെൽപ്പ്, എല്ലാവരുടെ പരസ്പരം ഹെൽപ്പ് വേണം. അല്ലെങ്കിൽ ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യാൻ പറ്റില്ല. എല്ലാ ജീവിക്കാൻ തന്നെ എല്ലാത്രയും പേരെ തീരുമാനിക്കും. അതിൽ ഏത് ഹെൽപ്പ് വേണം, ഏത് ഹെൽപ്പ് വേണം. പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞിട്ട് നല്ല തിരക്കഥ അല്ലാത്തതുകൊണ്ട് തന്നെ പടം മോശം എന്ന് സംവിധാനം പറയാൻ പറ്റില്ല. നല്ല മ്യൂസിക് എന്തും ഒരു ആളുടെ പേരിലും സംവിധാനം കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഹീ ഈസ് ദ ഡിസൈഡിങ് സെന്റർ, ഡിസൈഡിങ് മാൻ, ഡിസിഷൻ മേക്കറാണ്. ഇത് വേണ്ട, ഈ പാട്ട് വേണ്ട, അല്ലെ ഈ കഥ ഞാൻ എടുക്കുന്നില്ല, ഈ സിനിമ വേണ്ട, ഈ ആക്ടർ വേണ്ട എന്ന് പറയാമല്ലോ. അയാളുടെ ചോയ്സുകളാണ്. ആ ചോയ്സുകൾ കറക്റ്റ് ആകുമ്പോഴാണ്. അപ്പോൾ യു ഹാവ് ചോസൺ ദ കറക്റ്റ് പീപ്പിൾ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, മുന്നറിയിപ്പ് എന്ന ഈ ഒരു ബോക്സ് ഓഫീസിലും അതുപോലെ തന്നെ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒരുപാട് അവാർഡുകളും വിജയങ്ങളും ഏറ്റുവാങ്ങട്ടെ. എല്ലാവിധ വിജയം ഓടുന്നത് തന്നെയാണ് ഏറ്റവും വലിയ അവാർഡ്. ഓക്കെ, സോ താങ്ക് യു. മുന്നറിയിപ്പ് നിങ്ങളെ അധികം വിഷമിപ്പിക്കുകയും ബോറടിപ്പിക്കുകയും ചെയ്യില്ല എന്ന് ഒരു മുന്നറിയിപ്പ്.